ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ 4 പേർ പൊള്ളലേറ്റ് മരിച്ചത് ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തമാകാമെന്ന് പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസിന്റെ വിലയിരുത്തൽ. ആ വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. കൊമ്പടിഞ്ഞാൽ സ്വദേശി ശുഭയുടെ അമ്മ പൊന്നമ്മ, മക്കളായ അഭിനന്ദ് എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഒരു 6:30 കൂടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഒരു അയൽവാസി വിളിച്ച് എൻ്റെ ഭാര്യേനെ വിളിച്ച് ഇവിടെ നിങ്ങൾ വില കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, അവരവിടെ പോയി എന്നെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ ആളുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം വന്നത്. അവരിവരെ അങ്ങ് പോയതായിട്ട് അറിയത്തില്ല. അപ്പോൾ തന്നെ ഞാൻ വണ്ടി വിളിച്ച് ഇവിടെ വന്നു. ഇവിടെ വിളിച്ചപ്പോഴത്തേനും അയൽവാസികളെല്ലാം കൂടി ഒരു കുട്ടീനെ പൊള്ളലേറ്റ നിലയിൽ അടിമലയ്ക്ക് കൊണ്ടുപോയിരുന്നു. ബാക്കി ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ 1-2 ബോഡി ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റി. അത് വന്ന് നോക്കാൻ എനിക്കൊന്നും പറ്റുള്ളൂ, ബാക്കി നോക്കാൻ പറ്റിയില്ല. ഇന്നത്തെ സാഹചര്യം അതായിരുന്നു. ജെയിനസ് രാജുവാണ് വിവരങ്ങളും അയച്ചത്. ജെയിൻ 4 പേരുടെ മരണമാണ്. ഉറ്റവരെ സംബന്ധിച്ചും ആ നാടിനെ സംബന്ധിച്ചുമൊക്കെ വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ആദ്യം ദുരൂഹത സംശയിച്ചിരുന്നു, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട്? തീർച്ചയായിട്ടും നേരത്തെ ഈ കുടുംബത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടായിരുന്നു. കാരണം വീടിന് തീപിടിച്ചാണ് ഈ 4 പേരും മരിച്ചിരുന്നത്. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിപ്പോയിരുന്നു. സ്വാഭാവികമായും അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആകാം എന്ന ഒരു നിഗമനത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോലീസ് എത്തുന്നത്. ഒരു ആത്മഹത്യാ സാധ്യത ഈ ഘട്ടത്തിൽ പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്നവരാണ് ഈ കുടുംബം. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ വിളക്കിൽ നിന്ന് ഒരുപക്ഷെ തീ പടർന്നിരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ഒരു അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹം പൂർണ്ണമായും കത്തിപ്പോയ അവസ്ഥയിലാണ്. മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ ചാരത്തിനിടയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ശുഭ, അതോടൊപ്പം തന്നെ പൊന്നമ്മ, അഭിനന്ദ് എന്നീ 3 പേരുടെ മൃതദേഹമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. അഭിനവിനെ ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. മൃതദേഹം പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. കുട്ടി ജീവനുണ്ടാകും എന്ന് കരുതി നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം വളരെ നേരത്തെ സംഭവിച്ചിരുന്നു. അനീഷ്, അതായത് ശുഭയുടെ ഭർത്താവ് അനീഷ് കോവിഡ് ബാധിച്ച് ഏതാണ്ട് 4 വർഷം മുമ്പാണ് മരിച്ചത്. വളരെ സാധാരണ കുടുംബമാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബന്ധുക്കൾ. 12 ലക്ഷത്തോളം രൂപ വിവിധയിടങ്ങളിൽ വായ്പയായി നൽകാനുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ദുരൂഹത ഇപ്പോൾ ബന്ധുക്കൾ സംശയിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജെയിനസ് രാജുവാണ് ആ വിവരങ്ങൾ നൽകിയത്. ദുരൂഹത ആദ്യമുണ്ടായിരുന്നു, പക്ഷേ ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം.